ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? നമ്മളുടെ ഹെയറിനെ പറ്റിയിട്ടാണ്. എൻ്റെ ഹെയർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ജീവനില്ലാത്ത മുടിയാണ്. ഇത് റീസൺ എന്ന് വെച്ചാൽ ഞാൻ സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം എൻ്റെ ഹെയറിന് ഒരു ജീവനില്ലാത്തതുപോലെയാണ്. കുറേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്, കൂടാതെ ഹെയർ കളറിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മുടിയിൽ ഞാൻ ഒരു 5 years ബാക്ക് ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട്, അതൊരു ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഞാൻ ഒരു +2 +1 പഠിക്കുന്ന ടൈമാണെന്ന്. അപ്പം എനിക്ക് ആ ടൈം കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലേക്ക് പോയപ്പോൾ, വെക്കേഷനും എന്തോ ആയിരുന്നു, ക്ലാസ്സിലേക്ക് പോയ ടൈമിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ലെങ്ത്ത് വെച്ചു, തിക്നെസ് വെച്ചു എന്നൊക്കെ ഉള്ളത്. അതെന്ന് വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ്ലി ആ ഒരു ടൈമിൽ ഞാൻ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം ഞാൻ മുടി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുടി കെയർ ചെയ്യും തോറുമാണ് നമ്മുടെ മുടിക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് നല്ല ബെറ്റർ ആയിട്ട് വളരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തുകൂടാന്ന്. അപ്പോൾ ആ ടൈം എനിക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തില്ല. അപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞു തരാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് കുറേ കാര്യങ്ങൾ തന്നെ ഇതിൽ ചെയ്യാനുണ്ട്. ഫസ്റ്റായിട്ട് ഇത് നമ്മൾ നല്ലോണം എക്സ്പോളിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ട കാര്യങ്ങൾ, ഓയിലിംഗ് മെത്തേഡ്, മസാജിങ് മെത്തേഡ്, അതേപോലെ നമ്മൾ എങ്ങനെ മുടി കഴുകണം, അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായിട്ട് പാലിക്കണം. എന്നാലേ നമുക്ക് റിസൾട്ട് കാണുള്ളൂ. എനിക്ക് ആ ടൈം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് ഞാൻ സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഹെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര വളർന്നാലും ലെങ്ത്ത് കാണത്തില്ല. നിങ്ങളുടെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാവും. അപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ടൈമിൽ ലെങ്ത് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഇത് സ്റ്റെപ്പ് മൊത്തം, അതായത് ഇത് കുറേ കാലം, അതായത് 1 week തോറുമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ഫോളിയേറ്റിങ്, മാസ്ക്, അല്ലാതെ ജസ്റ്റ് ഇട്ടിട്ട് കഴുകി കളയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫുള്ളി എന്താ പറയുക, നാച്ചുറലി ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, സംഭവങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഹാംഫുള്ളായിട്ട്, നമ്മളെ മുടിക്ക് ഹാംഫുള്ളായിട്ടുള്ള ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഈവൻ ഷാമ്പു പോലും നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള താളിയോ സംഭവങ്ങളോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ആ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഷാമ്പു തന്നെയാണ് കഴുകി കളയാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം താളിയൊന്നും അത്ര നല്ലോണം പോവാത്തത് കൊണ്ട് ഞാൻ ഷാമ്പു ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്, ഷാമ്പു വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ താളി വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളത്. എൻ്റെ വോയിസ് നല്ലോണം വിസിബിളായി കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ മൈക്കോ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് മെല്ലെ മെല്ലെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് യൂട്യൂബ് ചാനൽ 1 year ആയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ ഭയങ്കര ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ഇനി മുതൽ നമ്മൾ ആക്റ്റീവ് ആവണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു നല്ല സ്റ്റെപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി എല്ലാ ആഴ്ചയിലും ഇതേപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. ഓരോ സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മാസം എടുക്കുമായിരിക്കും ഇത് ഫുൾ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് വരിക. പിന്നെ ഇത് ചെയ്ത പാട് തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ ഹെയർ മെല്ലെ മെല്ലെയാണ് ഗ്രോ ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്രോത്ത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൂട്ടുന്നു, വരുന്ന ഹെയർ ഹെൽത്തി ആക്കുന്നു എന്നാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ പേഷ്യൻ്റ് ആയിരിക്കും. അല്ലാണ്ട് ഇന്ന് ചെയ്ത് നാളെ വളരുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടി കുറച്ചുകൂടെ ഹെൽത്തി ആവും, ഗ്രോത്ത് പെട്ടെന്ന് വെക്കും എന്നാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഹെയർ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ ആ ഓയിൽ വെച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യുക. നല്ലോണം ഇട്ടിട്ട് മസാജ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പറയാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കാച്ചിയ എണ്ണയാണ്. അപ്പോൾ ആ കാച്ചിയ എണ്ണ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കും. അപ്പോൾ ചൂടോടെയാണ് തേക്കുക, പൊള്ളുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ചൂട്. അതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, അതായത് ക്യൂട്ടിക്കിൾ, അതൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്നാൽ ഓയിലൊക്കെ ഒന്ന് ഹോട്ടാക്കി എല്ലാം തേച്ച് മസാജ് ചെയ്തിട്ട് വരാം. അപ്പം ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലിട്ട് മസാജ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മുടിയിലത്തെ ജടയൊക്കെ
കളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് പാർട്ട് ചെയ്ത് കൊടുക്കാം 2 സൈഡായിട്ട്. എൻ്റെ മുടിയാണെങ്കിൽ എത്ര ജട പൊക്കിക്കഴിഞ്ഞാലും അത് അവിടെ തന്നെ നിൽക്കും. ബിക്കോസ് ചുരുണ്ട മുടിയാണ്, നല്ല ചുരുണ്ട മുടിയാണ്. മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് നല്ല ചുരുണ്ട മുടി കിട്ടും. പക്ഷെ എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാക്കിയിട്ട് ഇവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് ഞാൻ തേക്കുന്ന എണ്ണ. അത്യാവശ്യം ചൂടേ ഉള്ളൂ, അതായത് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട്. അല്ലാതെ പതക്കുന്നതൊന്നും നിങ്ങളുടെ തലയിൽ നിങ്ങൾ തേക്കാൻ പാടില്ല. എന്നിട്ട് കണ്ടോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യാം. അങ്ങനെ ഓരോ പാർട്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം മസാജ് ചെയ്യുക. ലൈക്ക് ഈ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം ആവാനാണ്. കാരണം നമ്മൾ ഹെയർ ഗ്രോത്ത് തുടങ്ങുന്നത് നമ്മൾ സ്കാൽപ്പിൻ്റെ അവിടെ നിന്നാണ്, ഉള്ളിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തേച്ച് കഴിഞ്ഞാലും അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുള്ളൂ. അതുമാത്രമല്ല നമ്മൾ ക്യൂട്ടിക്കിളൊക്കെ ഓപ്പണായിട്ട് നമ്മളുടെ ഇപ്പോൾ തേച്ചിരിക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മസാജ് ചെയ്യണം. നിങ്ങൾ ഹെയർ സ്പാ ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ സ്പാ ക്രീം ഇട്ടതിന് ശേഷം അവർ നല്ല മസാജ് തരും. കാരണം അത് മൊത്തം നമ്മളുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ ഫുൾ മസാജ് ചെയ്യുക. ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് മസാജ് ചെയ്യാൻ. നമ്മൾ ടിപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ കൈ മൊത്തമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പം മസാജ് ചെയ്യുന്ന എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഓൺലൈനിൽ കിട്ടും. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഐ പ്രിഫർ ഹാൻഡ്സ്. ഒരു 5 മിനിറ്റെങ്കിലും ഇത് ചെയ്യണം. ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്. ഞാൻ ഫാൻ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വസ്തു കേൾക്കില്ല, ഓൾറെഡി മൈക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്തതാണ് ഇതാ, നമ്മളുടെ ഈ അറ്റത്തൊക്കെ നമ്മൾ തേക്കണം. നമ്മൾ അറ്റം കണ്ടോ, ഏറ്റവും കൂടുതൽ ഡ്രൈ ആയിട്ടിരിക്കുക ഈ അറ്റാണ്. അവിടെ നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് കൊണ്ടാക്കണം. നമ്മൾ ഒരിക്കലും ആ പാർട്ട് മിസ് ചെയ്യാൻ പാടില്ല. ഞാൻ അത്യാവശ്യം കൂടുതൽ എടുത്തു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യണം. അത് മസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് പുറത്തുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓയിലായിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയിലേക്ക് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് മൊത്തം ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മുഖത്ത് തന്നെ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് പോയി നോക്കിക്കേ, അല്ലെങ്കിൽ ഒരു ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീനൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും നമ്മളെ ഫേസ് കഴുകുമ്പം ഫുള്ള് ഡേർട്ടായിരിക്കും. അതേപോലെ ആയിരിക്കും നമ്മളെ ഹെയറിനുണ്ടാവുക. പക്ഷേ എനിക്കങ്ങനെ കഴുകാൻ പറ്റാറില്ല ഓയിൽ മൊത്തം. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹെയർ നല്ല സ്പ്രിങ് ആയത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫുള്ള് കഴുകിക്കഴിഞ്ഞ് സായിബാബയെ പോലെ ഉണ്ടാവും കാണാൻ വേണ്ടി. അത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്കൊരു നല്ല ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുള്ള് നിങ്ങൾ കഴുകി കളയണം. അതാണ് ഹെൽത്തി. എല്ലാം ചെയ്ത് കഴിഞ്ഞു, നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ടുള്ള കാര്യം തുടങ്ങുകയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പല്ല സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ ഹെയർ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയണം. അതായത് നമ്മൾ ഫേസൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കളയുന്നില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കളയുന്നത്? ഡെഡ് സെൽസ് പോക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒന്ന് നല്ലോണം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ നല്ലൊരു സ്കിന്നിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ അവിടെ ഫേസ് സ്ക്രബ് ചെയ്യുന്നത്. അതേപോലെയാണ് നമ്മൾ ഹെയർ സ്ക്രബ് ചെയ്യുന്നത്. അപ്പം ഞാനിതാ ഇവിടെ സ്ക്രബ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതിൻ്റെ അകത്തുള്ളതാണ് ഫസ്റ്റ് നമ്മൾ 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക, 2 സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 സ്പൂൺ പാലെടുത്തിട്ട് മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. പാലില്ലെങ്കിൽ വെള്ളം ആയാലും മതി. ഇപ്പം എനിക്ക് പാലിവിടെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പാലാണെങ്കിൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു പേസ്റ്റ് രീതിയിലല്ല, ഒരു സ്ക്രബ് രീതിയിൽ ആവുന്ന രീതിയിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ട് ഇതിലിടുക. അപ്പം നമുക്ക് നല്ലൊരു സ്ക്രബ് എഫക്റ്റ് നമുക്ക് കിട്ടും, കണ്ടോ. പിന്നെ കുറേ നേരം വെക്കാതിരിക്കുക ഇതിൻ്റെ അകത്ത്. കാരണം എന്താ വെച്ചാൽ പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽട്ടാവും. മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഗുണമില്ല, നമുക്ക് നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഓരോ പാർട്സ് ആക്കിയിട്ട് വെക്കുക മുടി. എന്നിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളെ താരനും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെഡ് സെൽസ് ഒക്കെ, അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ നല്ലോണം അമർത്തൊന്നും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ ഒരു സംഭവം വെച്ച് ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സംഭവം തന്നെ എടുക്കാൻ കാരണം. പുറത്തുനിന്ന് വാങ്ങുന്ന സംഭവമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റണമെന്നൊന്നുമില്ല. ഇതാകുമ്പോൾ വീട്ടിലുള്ള സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇങ്ങനെ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. വേണ്ട സ്റ്റെപ്പാണ് കേട്ടോ മസാജിങ്. ഇത് മസ്റ്റാണ്. ഇത് ആരും ചെയ്യാൻ മടിച്ചൊന്നും നിൽക്കരുതേ. മടിച്ചു നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയറിൻ്റെ ലെങ്ത് എടുത്ത് വെക്കാം. എന്നിട്ട് ഈ സംഭവങ്ങൾ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാ ഹെയറിൻ്റെ സംഭവങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഒരു 3 മന്തൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് ഹെയർ ലെങ്ത് ഒന്നുകൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ഒക്കെ വന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും.
അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക. ഞാൻ ചിലപ്പോൾ ഇന്ന് എടുത്ത് വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. ഇത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കാരണം ഇത് വലിയ രീതിയിൽ അബ്സോർബൊന്നും ആവേണ്ട സാധനമല്ല, ജസ്റ്റ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു 10 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇത് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കഴുകി കളയാം. പിന്നെ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്കാൽപ്പിൽ നല്ലോണം ഷാമ്പൂ ഇട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മളത് കളയണം. ടിപ്പ്, അതായത് നമ്മുടെ ഹെയറിലെ ടിപ്പ് ഓൾറെഡി ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡ്രൈ ആയിട്ട് ഉള്ള സ്ഥലത്തൊന്നും ഈ ഷാമ്പൂ തൊടിയിക്കാത്തതാണ് നല്ലത്. അതായത് ഷാമ്പൂ ഇട്ടിട്ട് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ ഉരയ്ക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മളെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ മാത്രമായിരിക്കണം ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ താളി യൂസ് ചെയ്യുക, അല്ലാതെ എന്തെങ്കിലും ഹെർബൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഷാമ്പൂ പോലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ താളിയൊന്നും കിട്ടാനില്ല, ഉണ്ട്, പുറത്തെവിടെയും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ എൻ്റെ ഹെയറിൽ അത് യൂസ് ചെയ്താൽ തന്നെ വലിയ എന്താ പറയുക, ഈ ചെറിയ ചെറിയ ചണ്ടി പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ള ഇലകളും സംഭവങ്ങളൊക്കെ എൻ്റെ ഹെയറിൽ തന്നെ തെന്നി നിൽക്കും, ചെയ്യാനൊന്നും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ഇപ്പം യൂസ് ചെയ്യാത്തത്. നമുക്ക് യൂസ് ചെയ്യേണ്ട ചില സ്റ്റെപ്പിലൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഉരച്ച് കളയും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് എല്ലാ വീക്കും നമ്മളുടെ വീഡിയോസ് വരുന്നതായിരിക്കും ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടായിരുന്നു. ഇപ്പോൾ എനിക്കും ചെയ്യണമെന്ന് തോന്നി, അപ്പം ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പം എൻ്റെ മുടി വളർന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, അടുത്ത ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. ഹെയറൊക്കെ അപ്പോഴേക്കും നല്ലോണം റെഡി ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത വീഡിയോ നമുക്കൊരു പുതിയ, അതായത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.